ഹലോ, ഞാൻ ഇമാഷാൻ. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പൊ നിങ്ങൾ പുതിയ നിയമം കേട്ടിട്ടുണ്ടാവും, ആധാറും വോട്ടർ ഐ ഡിയും തമ്മിൽ ലിങ്ക് ചെയ്യണം എന്നുള്ളത് അല്ലേ. ഇതിനു മുമ്പും ഇതുപോലെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന്. കുറെ പേര് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലും കുറെ പേര് ഇനിയും ലിങ്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, അത് ലിങ്ക് ചെയ്യണമെങ്കിൽ ജൂൺ 30 വരെ അതിന് 500 രൂപയാണ് ഫൈൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് 1000 രൂപ ഫൈനോട് കൂടിയാണ് ഈ പാനും ആധാറും ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പുതിയൊരു നിയമമാണ് വോട്ടേഴ്സ് ഐ ഡിയും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈലിൽ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം, എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നമുക്ക് രണ്ട് രീതിയിൽ ആധാറും വോട്ടർ ഐ ഡിയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന്, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, വോട്ടർ പോർട്ടലിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റായ NVSP എന്നുള്ള വെബ്സൈറ്റ് വഴിയും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇത് രണ്ട് രീതിയും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വോട്ടർ ഐ ഡി കാർഡ് PVC കാർഡ് രൂപത്തിലാക്കുന്നത്. അത് ഈ വോട്ടർ ഐ ഡി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നതാണ് കാണിച്ചത്. പക്ഷെ ഇപ്പോൾ ആ പോർട്ടലിൽ അതിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് നമുക്ക് വെബ്സൈറ്റ് വഴി, NVSPയുടെ വെബ്സൈറ്റ് വഴി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി NVSP എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ആകാൻ സാധിക്കും. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ഫോംസ് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂ വോട്ടർ കാർഡ്, കറക്ഷൻ, അങ്ങനെ കുറേ കാണാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യണം, എങ്കിലാണ് നമുക്കിതിൽ ഈ ആപ്ലിക്കേഷൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് താഴെ കാണുന്ന ഡോൺ ഹാവ് ആൻ അക്കൗണ്ട്, രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP സെൻഡ് ആയിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഐ ഹാവ് എപ്പിക് നമ്പർ, ഐ ഡോണ്ട് ഹാവ് എപ്പിക് നമ്പർ. നമുക്ക് വോട്ടർ ഐ ഡി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡിയുടെ നമ്പറിനെയാണ് ഈ പറയുന്നത് എപ്പിക് നമ്പർ എന്ന്. ഉള്ളവരാണെങ്കിൽ ഐ ഹാവ് എപ്പിക് നമ്പർ എന്നുള്ളത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കാം. അത് ഓപ്ഷണൽ അല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതിന് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ പേര് തന്നെ പാസ്വേഡ് ആക്കാം. അതിൽ നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്ത് ബാക്കിയെല്ലാം സ്മോള്, അതിനുശേഷം @ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്ത് 1 2 3 അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്നും കൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്കത് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ലോഗിൻ പേജിലേക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആണ്. ഞാൻ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഞാനിവിടെ ലോഗിൻ ആക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു പേജാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രജിസ്റ്റർ ആസ് എ ന്യൂ വോട്ടർ, നമുക്ക് ആദ്യമായിട്ട് വോട്ടർ ഐ ഡി എടുക്കുന്നവരാണെങ്കിൽ അത് വെച്ച് ആ ഒരു ഓപ്ഷൻ എടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് നമുക്ക് എപ്പിക് നമ്പർ ഡൗൺലോഡ് ചെയ്യാനും കറക്ഷൻ ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റിനും എല്ലാ ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട ഓപ്ഷൻ ഇൻഫർമേഷൻ ഓഫ് ആധാർ നമ്പർ ബൈ എക്സിസ്റ്റിംഗ് എലക്ടേഴ്സ് എന്നുള്ള ആ ഓപ്ഷനാണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ഫോംസ് വീണ്ടും കാണാം. ഇവിടെ ഒരു 6B എന്നുള്ളൊരു ഫോം കാണാം. ലെറ്റർ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ആധാർ നമ്പർ ഫോർ ദ പർപ്പസ് ഓഫ് ഇലക്ടറൽ റോൾ ഒതൻറ്റിക്കേഷൻ. അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റും അസംബ്ലിയും പേരും എല്ലാം ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അത് നമ്മൊന്ന് കൺഫേം കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണൽ അല്ല, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതിനുശേഷം രണ്ട് ഓപ്ഷൻസ് താഴെ കാണാൻ സാധിക്കും. ഐ ഹാവ് ആധാർ നമ്പർ, സെക്കൻഡ് ഓപ്ഷൻ ഐ ആം നോട്ട് ഏബിൾ ടു ഫർണിഷ് മൈ ആധാർ നമ്പർ എന്നുള്ളത്. ഞാനിപ്പം നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് എടുക്കേണ്ടത്, ഐ ഹാവ് ആധാർ നമ്പർ എന്നുള്ളത്. അതിനുശേഷം ഇവിടെ ആധാർ നമ്പർ എന്നുള്ളിടത്ത് നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ഡേറ്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിന് താഴെ ആ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിവ്യൂ എന്നുള്ളത് പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഓക്കെ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റെഫറൻസ് ഐ ഡി കിട്ടുന്നുണ്ട്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ നമ്പർ വെച്ചാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബാക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ റെഫറൻസ് ഐ ഡി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വെബ്സൈറ്റ് വഴി നമുക്ക് നമ്മുടെ ആധാറും വോട്ടർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് വോട്ടേഴ്സ് പോർട്ടൽ വഴി ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ആധാറും വോട്ടർ ഐ ഡിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി പ്ലേ സ്റ്റോറിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ആക്കുക. ഓപ്പണായി വരുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന എഗ്രി ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഞാൻ ഇവിടെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. മലയാളം ഏത് ഭാഷ വേണമെങ്കിലും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് കൊടുക്കാം. ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെയും കുറേ ഫോംസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെയുള്ള ഫോം 6B അതാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. യെസ് ഐ ഹാവ് വോട്ടർ ID നമ്പർ, നോ ഐ ഡോണ്ട് ഹാവ് വോട്ടർ ID നമ്പർ. ആദ്യമായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഉള്ളവർക്കാണ് ആധാർ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ യെസ് ഐ ഹാവ് വോട്ടർ ID എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ വോട്ടർ IDയുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫെച്ച് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വോട്ടർ IDയുടെ നമ്മുടെ പേര്, ഏജ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഡീറ്റെയിൽസ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ആധാർ ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തതായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇമെയിൽ ID അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം പ്ലേസ് ഓഫ് ആപ്ലിക്കേഷൻ, നമ്മൾ എവിടെ നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ സ്ഥലം അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോം 6Bയുടെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇവിടെ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നില്ല. നിങ്ങളത് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. ഇത് ഞാൻ ഓൾറെഡി വെബ്സൈറ്റ് വഴി ചെയ്തതുകൊണ്ടാണ് എൻ്റെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവാത്തത്. ഈ സെയിം വോട്ടർ IDയും ആധാറും തന്നെയാണ് ഞാൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോട്ടർ IDയും ആധാറുമായിട്ട് നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.